ഹായ് കൂട്ടുകാരെ, ഏതെല്ലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ താബോർ എന്ന സ്ഥലത്ത് ഒരു കൃഷിക്കാരനെ പരിചയപ്പെടുത്തുകയാണ്. ഏറെക്കാലം പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നീങ്ങുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കൃഷി രീതികളും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും നമുക്ക് കേൾക്കാം. കാർഷിക മേഖലയിൽ ഇന്ന് വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനം, കർഷകർക്ക് അനുകൂലമായ സർക്കാർ നിയമ നടപടികളൊന്നും നടപ്പാക്കാത്തതിനാൽ സ്ഥിരമായ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായ ഒരു വില ലഭിക്കാത്തതുകൊണ്ടും കർഷകർ ഏറെ ദുരിതത്തിലാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ ഏതു പ്രകാരം മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് നോക്കാം. ജോസിയേട്ടൻ്റെ കൃഷിയിടത്തിലെ കൊക്കോയാണിത്. നല്ല കായ്തയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെയായിട്ട് വിളവെടുത്തതാണ്. കൊക്കോ കൃഷി ഒരു കൊക്കോയിൽ ഒരു 30 കിലോയ്ക്ക് മുകളിൽ ഒരു ആണ്ടി കഴിഞ്ഞ വർഷം കിട്ടുക അല്ലേ? 30 കിലോ എന്ന് പറയുമ്പോഴേക്ക് ഈ കൊക്കോയോടൊപ്പം ഇതേ റബ്ബർ, ഏലം, കാപ്പി, അങ്ങനെ വാഴ, ഇങ്ങനെ വിവിധ കൃഷികൾ ചെയ്തിട്ടുണ്ട്. റബ്ബർ അടിസ്ഥാന വിളയായിട്ട് ചെയ്തുകൊണ്ട് ഇടവിളയായിട്ടാണ് കൊക്കോ ജാതിയൊക്കെ വെച്ചിരിക്കുന്നത്. കൃഷിയോട് അതിതാല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഉപകരിക്കും. ഈ കർഷകനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇദ്ദേഹം 4 ഏക്കറോളം സ്ഥലത്ത് തൻ്റെ കൃഷിയിടത്തിൽ വിവിധങ്ങളായ കൃഷി ചെയ്യുന്നു. ഇത് വളരെ ആകർഷകമായി എനിക്ക് കാണാൻ സാധിച്ചത് ഈ കൊക്കോ കൃഷിയാണ്. ഇതാണ് ഇന്നത്തെ വിളവെടുപ്പിൽ പൊട്ടിക്കാനുള്ള കൊക്കോ. ജോസിയേട്ടൻ്റെ കൃഷിയിടത്തിലെ വിളവെടുത്ത് ഇട്ടിരിക്കുന്ന കൊക്കോ. ഈ കർഷകന് നമ്മോട് പങ്കുവയ്ക്കാനുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. കൂട്ടെങ്കിൽ ജോസിയേട്ടൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങൾ മാതാപിതാക്കളുടെ കാലം മുതലേ കൃഷി രംഗത്ത് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റ്മാനായിട്ട് 43 വർഷം ഒരേ ഓഫീസിൽ താബോർ എന്ന സ്ഥലത്ത് തന്നെ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം റിട്ടയർഡായി. 65-ാമത്തെ വയസ്സിൽ ഞങ്ങൾ റിട്ടയർഡായി. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൂടുതൽ തീഷ്ണതയോടുകൂടി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നു. റബ്ബർ, കൊക്കോ, ഏലം, കാപ്പി, വാഴ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃഷികൾ. കൃഷിയെ ഒത്തിരി സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് ഇതിൻ്റെ വരുമാനം നോക്കിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. ഇതിനൊരു പ്രത്യേക സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 4.25 ഏക്കർ സ്ഥലമുണ്ട്. ഭാര്യയുടെ പേരിലും എൻ്റെ പേരിലും. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമുക്ക് അതിൽ ഉപരിയായിട്ട് ഒത്തിരി സന്തോഷവും
നമുക്ക് കിട്ടുന്നത്. പിള്ളേർ 2 പെൺകുട്ടികളായിരുന്നു, അവർ വിവാഹം കഴിച്ചു പോയി. അവർ ചെറിയ ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കുക. പൈസയുടെ ആവശ്യങ്ങൾ എന്തുണ്ടേലും ചോദിക്കുന്നതിന് മുമ്പേ അവർ തരും. പക്ഷേ അവരൊരു 10,000 രൂപ നമുക്ക് തരുന്നതിനേക്കാളും സന്തോഷം 1,000 രൂപ കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് സന്തോഷം കൂടുതലുള്ളത്. അപ്പോൾ ആ രംഗത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇവിടുന്ന് വിട്ടുപോകാതെ താവൂറിൽ ഇവിടുത്തെ കാലാവസ്ഥയും വെള്ളവും എല്ലാം നമുക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കൃഷിഭൂമിയെ സ്നേഹിക്കുന്നു. എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, കൃഷിഭൂമിയെ നമ്മൾ വെറുതെ വെറുക്കുന്നതാണ്. ഇതിനെ സ്നേഹിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ശുദ്ധമായ വെള്ളവും കാലാവസ്ഥയും ഒരിടത്തും കിട്ടില്ല. പിന്നെ നമുക്ക് അധ്വാനിക്കും. ഒരു 2 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത കൂടി ചെയ്ത് പ്രവർത്തിച്ചാൽ ജീവിക്കാൻ അത് മതി. എല്ലാവരും പറയുന്ന കാർഷിക രംഗം മോശമാണ്. ഇദ്ദേഹം പറയുന്നു കൃഷിഭൂമിയെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്നേഹിക്കണം. വരുമാനത്തെക്കാൾ ഉപരിയായി ഇതൊരു മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു വിഷയമായി കണ്ടുകൊണ്ട് കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ഈ താബോർ നാടിനെ സ്നേഹിക്കുന്ന കാലാവസ്ഥയും ശുദ്ധമായ വെള്ളവും. വരൾച്ചയുടെ കാലഘട്ടമാണെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ സുഭിക്ഷമായ വെള്ളമുണ്ട്. പണിയാൻ ഞാൻ മാത്രമേ ഉള്ളതെന്നുള്ളൊരു പരിമിതി മാത്രമേ ഉള്ളൂ. കുട്ടികൾ 2 പെൺകുട്ടികൾ കടന്നുപോയി, കല്യാണം കഴിച്ച് കടന്നുപോയി. എന്നിരുന്നാൽ പോലും എനിക്കൊരു പരാതിയുമില്ല. സർക്കാരിൻ്റെ അവഗണന കുറേയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിലും നമുക്കതൊരു വിഷയമല്ല. പരാജയപ്പെടാനായിട്ട് അതൊരു സാധ്യതയൊന്നുമല്ല. കാരണം വിജയത്തിൻ്റെ കുറച്ച് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കിതിൽ നിന്നുള്ള ആവശ്യമുള്ള ജീവിക്കാൻ ആവശ്യമായ വരുമാനവും കിട്ടുന്നുണ്ട്, സന്തോഷവും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാർഷിക രംഗത്തെ നമ്മൾ തന്നെ തിരിഞ്ഞ് പഴിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം അതുകൊണ്ടാണ് ഒത്തിരി പേര് ഈ കൃഷിരംഗം വിട്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യം കൃഷിയാണ്. എല്ലാ വിഭാഗക്കാര ജനങ്ങളുടെയും കൃഷിഭൂമിയിൽ നിന്നാണ് വരുമാനങ്ങളും ജീവിതമായത്തിൻ്റെ മാർഗങ്ങളും കണ്ടെത്തുന്നത്. അതുകൊണ്ട് ആരും നമ്മളിതിനെ അവഗണിക്കാൻ പാടില്ല. അങ്ങനെ ജോസേട്ടൻ പറയുന്നു, പുതിയ തലമുറയും കഴിഞ്ഞ തലമുറയും കൃഷിയെ എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വരുമാനത്തെക്കാൾ ഉപരിയായി അതിൽ നിന്ന് ഒരു വിനോദമായി കണ്ടുകൊണ്ട് കൃഷിയെ ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ജോസേട്ടൻ്റെ കൃഷിയിടത്തിൽ പുള്ളി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലബാറിൽ, അതായത് കുടിയേറ്റ മേഖലയിൽ ഏലം കൃഷിയൊന്നുമില്ലായിരുന്നു. ഈ 3-4 വർഷമായുള്ളൂ ഏലത്തിലേക്ക് ഓരോരുത്തരുടെ ശ്രദ്ധ തിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു 300ഓളം ചുവട് ഏലം ഇദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. ജോസേട്ടൻ്റെ ഈ കൃഷിയിടം സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് കൃഷിക്കാരൻ. കർഷകനെ അവഗണിക്കുന്നത് തെറ്റായ നടപടിയാണ്. കർഷകൻ്റെ ആവശ്യങ്ങൾ, അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരുടെ പോരായ്മകൾ, അവരുടെ കുറവുകൾ നികത്തിക്കൊടുക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണം. വന്യമൃഗങ്ങളോടും കാലാവസ്ഥയോടും പടപൊരുതി അന്നം നൽകുന്ന കർഷകനെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ നടപ്പാക്കുക. തൊഴിലവസരങ്ങൾ തേടി യുവതീ-യുവാക്കൾ അന്യരാജ്യങ്ങളിലേക്ക് തേടിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെ കേരളത്തിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇപ്പോൾ ശൂന്യമായി തരിശായി കിടക്കുന്നത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുക, ബാങ്ക് ലോണുകൾ അനുവദിക്കുക, സബ്സിഡി അനുവദിക്കുക, ആധുനികമായ കൃഷി ഉപകരണങ്ങൾ, പുതിയ വിത്ത് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് കർഷകനെ സഹായിക്കുക, കർഷകനെ സംരക്ഷിക്കുക.